കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇറാൻ, ഇസ്രയേൽ, US അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യുദ്ധത്തെ പറ്റി തന്നെയാണ് വാർത്തയുള്ളത്. അപ്പോൾ നിലവിലെ വാർത്ത അല്ലെങ്കിൽ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 3 ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്? യുദ്ധത്തിന്റെ തീവ്രത കൂടി വരുന്നൊരു രീതിയാണോ? യഥാർത്ഥത്തിൽ യുദ്ധം വീണ്ടും കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ യുദ്ധം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കത്തില്ല. ഇനിയും ഒരാഴ്ച കൂടി യുദ്ധം നീളുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം യുദ്ധത്തെ പറ്റി നമുക്കറിയാം. യുദ്ധത്തിൽ സമാധാനം കാംക്ഷിച്ച് ആരും യുദ്ധം ചെയ്യാറില്ല. ഞാനാണ് ഏറ്റവും വലുത് എന്ന് തെളിയിക്കാനുള്ളൊരു മത്സരമായിട്ടാണ് യുദ്ധത്തെ പലപ്പോഴും കാണാറുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറാനെതിരെ ആദ്യമായി ഇസ്രയേലും US അപ്പൊ ഇവരെയാണ് ആദ്യമായി യുദ്ധം തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ ഇറാനെ അധീനതയിലാക്കുക. അതാണ് പൂർണ്ണ ലക്ഷ്യമായി എടുത്തുകൊണ്ട് ഈ പറയുന്ന ഇസ്രയേലും US നടത്തിക്കൊണ്ടിരുന്ന യുദ്ധ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു യുദ്ധത്തിന്റെ തുടക്കം കണ്ടതാണ്. സ്കൂളിലേക്കാണ് ഈ പറയുന്ന മിസൈലുകൾ ചെന്ന് പതിക്കുന്നത്. 61 അല്ലെങ്കിൽ 51 ജീവനോളം ആണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. 60 പേർക്ക് ഗുരുതര പരിക്കേൽക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന അറബ് നാടുകളിലേക്ക് ഇറാന്റെ മിസൈലുകൾ പതിക്കുമ്പോഴാണ് ഈ പറയുന്ന യുദ്ധത്തിന്റെ തീവ്രത എന്ന രീതിയിൽ കൂടുതലായിട്ടും ലോകരാഷ്ട്രങ്ങളിലേക്ക് യുദ്ധത്തെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? എല്ലാ മലയാളികൾക്കാണെങ്കിലും ഇന്ത്യക്കാർക്കാണെങ്കിലും അറിയേണ്ടത് ഈ യുദ്ധ സാഹചര്യം എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക എന്നത്. ഇന്ത്യയെ ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതലും മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ ഏറ്റവും കൂടുതലും വിദേശ രാജ്യത്താണുള്ളത്. അത് ഏറ്റവും കൂടുതലുള്ളത് ഗൾഫ് രാജ്യങ്ങളാണ്. ഇപ്പം ഖത്തർ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ഇവിടെ എല്ലാം ഒരുപാട് മലയാളികളുണ്ട്. ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് ഖത്തറിൽ ഡ്രോൺ ആക്രമണത്തിൽ 3 മലയാളികൾ മരിച്ചു, 3 ഇന്ത്യക്കാർ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകളെല്ലാം അവരുടെ മക്കളുണ്ടാകാം, ഫാമിലി ഉണ്ടാകാം. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരാളെ വിളിച്ച സമയത്ത് അവർ പറയുന്നത് അവർ പേടിച്ചാണ് ഇരിക്കുന്നത്. കാരണം നിരന്തരമായിട്ട് ഡ്രോണുകൾ വന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസൈലുകൾ അവിടെ ഇവിടെയായിട്ട് പൊട്ടി തകർന്നുണ്ട്. ഇതിന്റെ എല്ലാ ശബ്ദങ്ങൾ കേട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ പേടിച്ചവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന US-നെതിരെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയോ ഇറാൻ ഇടുന്ന മിസൈലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പട്ടാള താവളങ്ങളിലേക്കാണ് ഇവരുടെ മിസൈലുകൾ പതിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോൾ തുടരെ റെസിഡൻഷ്യൽ ഏരിയകളിലേക്കാണ് ഇപ്പൊ നിലവിൽ ഈ പറയുന്ന മിസൈലുകളൊക്കെ പതിക്കുന്നതെന്നാണ്. അല്ല, ഇപ്പോൾ നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനർജി, അതായത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവിടെ ഇലക്ട്രിസിറ്റി നിലനിർത്തുന്ന എല്ലാം അവിടുത്തെ എനർജി പ്ലാന്റുകളാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ഇറാൻ വീണ്ടും ആക്രമണം അഴിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, യുദ്ധം തുടങ്ങുന്നത് നിങ്ങളാണെങ്കിലും അവസാനിപ്പിക്കാൻ പോകുന്നത് ഞങ്ങളാണ് എന്ന് ഇറാൻ പറഞ്ഞത്. ഇറാനെ പോലൊരു ചെറിയ രാജ്യം അമേരിക്കയെ പോലൊരു രാജ്യത്തെ എതിർത്ത് നിൽക്കുമെന്ന് പലരും വിചാരിച്ചില്ല. പക്ഷേ ഇത് വേറൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിലേക്ക് മിസൈൽ അയച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തലയ്ക്ക് തല അല്ലെങ്കിൽ ഒരു ജീവൻ മറുജീവൻ എന്ന രീതിയിലേക്കാണ് ഇറാൻ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇറാന്റെ സുപ്രീം പൗരനെയാണ് അമേരിക്ക കൊലപ്പെടുത്തിയത്. അതെ, തീർച്ചയായിട്ടും തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ബാക്കിയുള്ള ഐക്യരാഷ്ട്രങ്ങളൊന്നും ഇതുവരെ അവലംബിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അറബ് രാജ്യങ്ങളിലേക്ക് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അതേപോലെ തന്നെ അവരുടെ സ്രോതസ് തന്നെ നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒരുപാട് ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോകുന്നൊരു സമയത്താണ് അറബ് രാജ്യങ്ങൾ ഇതിനെപ്പറ്റി അവലംബിക്കുന്നത്, അല്ലെങ്കിൽ വേഗം തന്നെ ഈ പറയുന്ന യുദ്ധം നിർത്തലാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക്. ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ ആ രാജ്യത്തുള്ള ആളുകൾക്ക് പ്രശ്നം വരുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് മുഴുവൻ GCC രാജ്യങ്ങളെയും ആക്രമിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6 രാജ്യത്തോളം 6 GCC കൺട്രീസ് അറബ് രാജ്യങ്ങളിലേക്കാണ് ഒരേ സമയം മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നതും ഡ്രോൺ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അതേപോലെ തന്നെ നമുക്കറിയാം, ഓയിൽ പോകുന്ന അല്ലെങ്കിൽ ഓയിൽ സംരക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഡ്രോൺ ആക്രമണം നടത്തുകയാണ്. ഇത് യഥാർത്ഥത്തിൽ വേൾഡ് എക്കണോമിക്സ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ വിലവർദ്ധന, സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും നമ്മുടെ രാജ്യം കൂടി കടക്കുന്നതെന്നാണ് പറയുന്നത്. 2008 എങ്ങനെയാണോ നമ്മൾ ലോക രാജ്യങ്ങളൊരു റിസഷനെ നേരിട്ടത്, അതേപോലെ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ള സൂചനകൾ പല കോണിൽ നിന്നും നമുക്ക് കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള അറിയിപ്പുകൾ ഉണ്ടായത്. എല്ലാ രീതിയിലുള്ള ഇന്ത്യൻ എംബസികളും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസി നമ്പറുകളിലേക്ക് നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആശുപത്രികളുടെയൊക്കെ മുകൾ നിലകളിലൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അതേപോലെ തന്നെ ഈ പറയുന്ന മിസൈലുകളെ തന്നെ തിരിച്ച് പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതിരോധിക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും ഈ പൊട്ടിത്തെറികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ പലയിടത്തും വന്ന് വീഴുന്നത്. അതിന്റെ ഒരുപാട് ദൃശ്യങ്ങളും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും മലയാളികൾ ഉൾപ്പെടെ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പോയി കുടുങ്ങി നിൽക്കുന്ന കുറെ മനുഷ്യരുണ്ട്. കാരണം അങ്ങോട്ടുള്ള വിമാന സർവീസുകളെല്ലാം നിർത്തലാക്കി. ഇപ്പോൾ ഇനിയും ഒരാഴ്ച 2 ആഴ്ച കൂടി വിമാന സർവീസുകൾ നിർത്തലാക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതായത് അവിടെ കുടുങ്ങി കിടക്കുന്ന മനുഷ്യരുണ്ട്. അതേപോലെ തന്നെ സാധാരണപ്പെട്ട മനുഷ്യർ ജീവിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ ഫാമിലീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഗൾഫിലുള്ള, അതായത് തൻ്റെ സഹോദരങ്ങളുള്ള, തൻ്റെ മക്കളുള്ള അമ്മമാരും അച്ഛന്മാരും ഫാമിലിയും അവരുടെ ഭാര്യയാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇവരെല്ലാം വാച്ച് ചെയ്തു. ഇറാന്റെ ആണെങ്കിലും ഇസ്രായേലിന്റെ ആണെങ്കിലും US-ന്റെ ആണെങ്കിലും നിലപാടനുസരിച്ച് യുദ്ധം ഉടനടി ഒന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു രീതിയില്ല. അതോടൊപ്പം തന്നെ ഇറാന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ നഷ്ടങ്ങൾ തിരികെ ചോദിക്കാതെ അല്ലെങ്കിൽ നഷ്ടത്തിന് പകരം ചോദിക്കാതെ പെട്ടെന്നൊരു യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തുടക്ക സമയത്ത് പട്ടാള താവളങ്ങളിലേക്ക് മാത്രം മിസൈലുകൾ വിടുകയും ഈ പറയുന്ന അവരുടെ പട്ടാളക്കാരെ കൊല്ലുക അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന്റെ അപ്പുറത്തേക്കും തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് പകരമായി ഇത്തരത്തിലുള്ള ഒരു ഭീകരപരമായിട്ടുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ സാമാന്യം ഇവരെക്കാട്ടും ഒരു പിടി മുൻപിൽ നഷ്ടം അവർക്ക് ഉണ്ടാക്കി വെക്കുക, ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇറാന്റെ നിലപാടുകൾ മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന US-നെ സംബന്ധിച്ചാണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവർ അത്യാവശ്യം ഒരു ആയുധ ഈ പറയുന്ന സമാഹാരമാണെങ്കിലും ഇതൊക്കെ ഒരുപാടുള്ള രാജ്യമാണ്. ഇറാനെ സംബന്ധിച്ച് വളരെ വലിയ രാജ്യങ്ങളാണ് ഇവരൊക്കെ, അല്ലെങ്കിൽ അത്രയധികം കരുത്തുള്ള രാജ്യങ്ങളാണ്. അപ്പോ ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ടായിരുന്നു, പ്രത്യാക്രമണം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ പ്രത്യാക്രമണം തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ഒരിക്കലും ചെറുത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് ട്രംപ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ് എങ്കിൽ ഇറാന്റെ അല്ലെങ്കിൽ ഇറാൻ എത്രത്തോളം ഈ പറയുന്ന യുദ്ധം അല്ലെങ്കിൽ ഇവിടേക്ക് ഉണ്ടാക്കാൻ പറ്റും, എത്രത്തോളം അത് ഈ പറയുന്ന നമ്മള് ഈ കുടുങ്ങി കിടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇറാൻ പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ എയർബേസുകളിലേക്കൊക്കെ മിസൈലുകൾ അയച്ചിട്ട് ഇറാൻ പറഞ്ഞത് ഇത് വെറും ഒരു ട്രയൽ റൺ മാത്രമാണ് എന്നാണ് ഇറാൻ പറഞ്ഞത്. അപ്പൊ യുദ്ധം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ജനങ്ങളെ നമുക്കറിയാം, യുദ്ധം എപ്പോഴും സാധാരണപ്പെട്ട മനുഷ്യനാണ് ഏറ്റവും കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ലോക രാജ്യങ്ങൾക്ക് മൊത്തം ഒരു പ്രശ്നമായി മാറും. കാരണം നമുക്കറിയാം, എണ്ണയാണെങ്കിൽ പോലും ഇത് പോകുന്നത് ഇറാൻ വഴിയാണ് പലപ്പോഴും പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ലോകം തന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് പല ആളുകളും പറയുന്നത്. ഇത് ലോക രാജ്യങ്ങളെ തന്നെ ഈ യുദ്ധം ബാധിക്കും യഥാർത്ഥത്തിൽ.